വിജയുടെ പാട്ടിൻ്റെ ഈ സിദ്ധി അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ അവരുടെ തിരിച്ചറിവിലാണ് വിജി വളർന്നത്. അതെ, തീർച്ചയായിട്ടും. അവരൊന്നും മുഖം തിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ വിജി എൻ്റെ മുമ്പിൽ ഇരിക്കില്ലായിരുന്നു. ഒരുപക്ഷെ വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മി ആകില്ലായിരുന്നു. വൈക്കം വിജയലക്ഷ്മി കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗായികയാകില്ലായിരുന്നു. അത്ഭുതമല്ലേ വിജയലക്ഷ്മി? തീർച്ചയായിട്ടും വളരെ അത്ഭുതം തന്നെ. ഈ അച്ഛനെയും അമ്മയും എപ്പോഴും നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. അമ്മ വന്നു, ഇനി ആരാ വരേണ്ടത്? ഇനി അമ്മ വന്നു, അടുത്തത് അച്ഛൻ വരട്ടെ. അച്ഛൻ വരട്ടെ. വീട്ടിലായാലും ശരി, കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും അമ്മയെ സഹായിക്കുകയൊക്കെ ചെയ്യും. മറ്റേ കറി വയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ അച്ചിങ്ങ ആയാലും എന്തൊക്കെയായാലും പിന്നെ ഒടിച്ചു കൊടുക്കും. പിന്നെ ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ വീട്ടിൽ ചെയ്യും. വീട്ടിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പാട്ട് കേട്ട സംഗീതമാണ് വിജയലക്ഷ്മിയുടെ മെയിനായിട്ടുള്ള ഇത്. അച്ഛനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞപ്പോ കുസൃതിയൊക്കെ നിർത്തിയിരിക്കുകയാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പണ്ട് ഭയങ്കര കുസൃതിയായിരുന്നല്ലേ? ഇപ്പൊ എത്രയോ ഭേദമല്ലേ. എന്നാലും അച്ഛൻ ആ കുസൃതി തരത്തിന് ഒരു അടിവരയിട്ടിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. നന്നായിട്ട് ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരെയൊക്കെ നന്നായിട്ട് ശരിപ്പെടുത്താനുള്ളൊരു കഴിവ് വിജയലക്ഷ്മിക്കുണ്ടല്ലേ? വിജയലക്ഷ്മിയുടെ കൂടെ പഠിച്ച പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സംസാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിജയലക്ഷ്മിയെ തോപ്പിക്കാൻ പറ്റില്ല. ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചു പറയുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല കേമിയായിരുന്നു. ചില ടീച്ചർമാരെയൊക്കെ ഓർമ്മയുണ്ടോ? ഏതൊക്കെ ടീച്ചറെ ഓർമ്മയുള്ളത്? എനിക്ക് രണ്ടുപേരെ ഓർമ്മയുണ്ട്, വിജയലക്ഷ്മിയുടെ രണ്ട് ടീച്ചർമാരെ. ആ രണ്ട് ടീച്ചർമാരും ഇതാ ഗാനഗോകുലം. ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീടാണ്. പിന്നീട് പല സ്ഥലങ്ങളിൽ വിജയലക്ഷ്മിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിലേക്ക് വരുമ്പോൾ രണ്ട് ടീച്ചർമാരോട് ഞാൻ സംസാരിച്ചു. ആ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്, വിജയലക്ഷ്മി അന്ന് തന്ന പിച്ചിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ലായിരുന്നു. അത് ശരിയാണ്. ഏത് ടീച്ചറായിരിക്കും അത്? ബീനയാണോ? ബീന. ഇതാ സ്കൂളാണ് കേട്ടോ. നമ്മുടെ സ്കൂളിന്റെ ചിത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. നല്ല പിച്ചാണ് കൊടുത്ത ടീച്ചർക്ക്. അതെ, അത് എന്നെ പിച്ചപ്പോ എനിക്ക് വേദന എടുത്തു കഴിഞ്ഞാൽ വട്ടായി പോകുന്നു. തിരിച്ചങ്ങോട്ട് കൊടുത്തു. അത് ഇതുവരെ മറന്നിട്ടില്ല. ആലീസ് ടീച്ചറും മറന്നിട്ടില്ല. ആലീസ് ടീച്ചർ ഓർമ്മയുണ്ടോ? ഉണ്ട്. ടീച്ചർ ഇച്ചിരി എന്താ ഇച്ചിരി ഗെയിമിയായിരുന്നു. അന്നേരം ഉറക്ക പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി കളിക്കണം. എൻ്റെ അടുത്ത് ചാടാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഇത്രയും ഉറക്കാൻ പറയാൻ പറ്റില്ല, എനിക്ക് കൂടുതൽ ഉറക്കാന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ടീച്ചർക്ക് ചോദിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ടീച്ചർമാരെ വിജയലക്ഷ്മിയെ ലാളിക്കുകയും ചെയ്തു. വിജയലക്ഷ്മിക്ക് ഒരു കുറവ് ഇല്ല എന്നും യഥാർത്ഥത്തിൽ അധികമാണുള്ളതെന്നും അവർ കരുതി. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഇല്ലാത്തൊരു സിദ്ധി, നല്ലൊരു ശബ്ദവിന്യാസം. വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൻ്റെ തനതായിട്ടുള്ള മാധുര്യം, അതിൻ്റെ ഒരു മൂല്യം പലരും തിരിച്ചറിഞ്ഞു. അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞു. കൂടാതെ ആദ്യം ആരാണ് ഈ ശബ്ദത്തിൻ്റെ ഒരു കരുത്തിനെ? ദാസേട്ടനാണ്. 6-ാമത്തെ വയസ്സിൽ ഗുരുദക്ഷിണ സമർപ്പിച്ചു. ഗുരുദക്ഷിണ വെച്ചു. അന്ന് ദാസേട്ടന് മുമ്പിൽ പാടിയൊരു പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. തായേ യശോദാവുന്തൻ ആയർ കുല തുതിത്ത തായേ യശോദാവുന്തൻ ആയർ കുല തുതിത്ത മായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടി തായേ യശോദാവുന്തൻ ആയർ കുല തുതിത്ത മായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടി തായേ യശോദ. താങ്ക് യു.